കൊല്ലം തേവലക്കര സ്വദേശി അതുല്യയുടെ ദുരൂഹ മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചിരിക്കുകയാണ്. ചവറ തെക്കുംഭാഗം SHOയുടെ നേതൃത്വത്തിൽ 8-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക. കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവന മേൽനോട്ടം വഹിക്കും. ഷാർജയിൽ ഭർത്താവിന്റെ പീഡനം മൂലമാണ് അതുല്യ മരിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. ഭർത്താവ് സതീഷിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാനും തീരുമാനമായി. ലിജോ റോളൻസും ഷാർജയിൽ നിന്ന് ഷിനോ ഷംസുദ്ദീനും വിവരങ്ങൾ നൽകും. ലിജോയിലേക്ക് ആദ്യം. ലിജോ, ഇപ്പോൾ അന്വേഷണ സംഘം വിപുലപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം വലിയ ആരോപണങ്ങളൊക്കെ ഉയരുന്നു. അതിന് തെളിവായിട്ടുള്ള വീഡിയോ അടക്കം പുറത്തു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ കൃത്യമായൊരു അന്വേഷണത്തിലേക്ക് കടക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. അതിന് സതീഷിനെ നാട്ടിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാനുള്ള തുടർ നടപടികൾ കൂടെ നടക്കുന്നെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ വിപുലമായൊരു അന്വേഷണത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. ജിൽസി പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യം ഷാർജയിൽ എത്തരത്തിൽ അന്വേഷണം പോയാലും എന്തായാലും കൊല്ലത്ത് രജിസ്റ്റർ ചെയ്ത കേസിൽ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നിലവിൽ പോലീസ് തീരുമാനമെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കരുനാഗപ്പള്ളി ASPക്ക് അതിനെ സംബന്ധിച്ച മേൽനോട്ട ചുമതല നൽകിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. 8-അംഗ പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ഇനി ഈ കേസ് അന്വേഷിക്കുക. ചവറ തെക്കുംഭാഗം SHOയുടെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘത്തിനാണ് ഇപ്പോൾ ഇതിന്റെ ഒരു അന്വേഷണ ചുമതല. അതിൽ SIമാരുണ്ട്, ഒപ്പം തന്നെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. കാര്യം അത്തരത്തിലുള്ള കൃത്യമായ മൊഴികൾ, അയൽക്കാരോടൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, ബന്ധുക്കളോട് പറഞ്ഞ കാര്യങ്ങൾ, അവർക്ക് അയച്ച സന്ദേശങ്ങൾ, ഇക്കാര്യങ്ങളെല്ലാം വിശദമായ ഒരു മൊഴി രേഖപ്പെടുത്താൻ തന്നെയാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൊലപാതക കുറ്റം ഉൾപ്പെടെയുള്ളവയാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു കുറ്റം ചുമത്തുമ്പോൾ ആ കേസ് നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന് സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിശദമായ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ള ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. മാത്രവുമല്ല, ഈ അതുല്യ ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തി ആ മൊബൈൽ ഫോൺ കണ്ടെടുക്കാനുള്ള ഒരു ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. അത് അതുല്യയുടെ മൊബൈൽ ഫോൺ നേരത്തെ കാര്യം ഒറ്റ ദിവസം കൊണ്ടല്ല ഈ ദൃശ്യങ്ങളൊക്കെ അയച്ചിരിക്കുന്നത്. പലപ്പോഴായി പലതവണയായാണ് കുടുംബത്തിനും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ശബ്ദ സന്ദേശങ്ങളും ദൃശ്യ സന്ദേശങ്ങളും ഒക്കെ അയച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ചിത്രീകരിച്ച മൊബൈൽ ഫോൺ ഒന്നാണോ അതേ പല മൊബൈൽ ഫോണുകളാണോ അതെല്ലാം കണ്ടെത്താനുള്ള ഒരു ശ്രമവും കൂടെ ആരംഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത് കണ്ടെത്തുന്നതിന് വേണ്ടി, അതിലൂടെ മൊബൈൽ ഫോൺ വീണ്ടെടുക്കുന്നതിന് വേണ്ടി സഹോദരിയുടെ ഒപ്പം ഉൾപ്പെടെയുള്ള സഹായം തേടാനും ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അവിടെയും നിൽക്കുന്നില്ല കാര്യങ്ങൾ. ഈ എങ്ങനെയാണ് ഷാർജയിലെ നിയമ നടപടികൾ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് കൂടി നോക്കിയതിന് ശേഷമായിരിക്കും സതീഷിനെ നാട്ടിലെത്തിക്കുക എന്നുള്ള ഒരു നടപടിക്രമത്തിലേക്ക് തെക്കുംഭാഗം പോലീസ് കടക്കുക. ഒരുപക്ഷെ അവിടെ സാധാരണ രീതിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സാധാരണ രീതിയിൽ ഒരു കേസുമായാണ് പോകുന്നത്, അല്ലെങ്കിൽ കേസ് ഇല്ലാതെ പോകുന്നു എന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഒരു ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിന് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. എന്തായാലും കൊല്ലം ചവറ പോലീസ് വിപുലമായ അന്വേഷണത്തിലേക്ക് കൂടെ കടന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ ലിജോ റോളൻസ് നൽകുന്നത്. ഇനി ഷാർജയിൽ നിന്നുള്ള വിവരങ്ങൾ ഷിനോ ഷംസുദ്ദീൻ കൂടി നൽകും. ഷിനോ, ഇന്നലെ ഇദ്ദേഹം സതീഷ് മാധ്യമങ്ങളെ കണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, തന്റെ ഭാഗം ന്യായീകരിക്കുകയും ചെയ്തിരുന്നു. അതിനപ്പുറത്തേക്ക് അറിയാനുള്ളത്, കേരളത്തിൽ കേസും അതിന്റെ അന്വേഷണവും ഒക്കെ വിപുലമായി നടക്കുമ്പോൾ ഷാർജയിൽ അത്തരം നിയമ നടപടികൾക്ക് കുടുംബം തയ്യാറാകുന്നുണ്ടോ? പുതിയ നീക്കങ്ങൾ എന്തൊക്കെയാണ് കുടുംബത്തിൻ്റെതൊപ്പം തന്നെ ഷാർജയിൽ നിന്ന് സതീഷിനെ നാട്ടിലെത്തിക്കേണ്ടതുണ്ട്. കേരളത്തിലെ പോലീസിന് തുടരന്വേഷണം നടക്കണമെങ്കിൽ അത്തരം നീക്കങ്ങൾ കൂടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അവിടെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ, ഡെവലപ്മെന്റ്സുകൾ എന്തൊക്കെയാണ് ഷിനോജ്? UAE ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സജീവമാക്കാനാണ് ഇപ്പോൾ ബന്ധുക്കൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ, അതായത് ചവറ തെക്കുംഭാഗം പോലീസിൽ ഇത്തരമൊരു കേസ് നിലവിലുണ്ട്. അതേപോലെ തന്നെ ഇത്തരമൊരു ഡിജിറ്റൽ തെളിവുകൾ കൈവശമുണ്ട്. ഈ തെളിവുകൾ ഇവിടുത്തെ ഇന്ത്യൻ കോൺസുലേറ്റിനെ കൈമാറാനുള്ള ഒരു നടപടിയാണ് പുരോഗമിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടമായി അതുല്യയുടെ സഹോദരി അഖിലയും അവരുടെ ഭർത്താവും ആദ്യം ഷാർജ പോലീസിലാണ് സമീപിക്കുന്നത്. അതിനുശേഷം ഇവർ ഈ രേഖകളുമായി ഇന്ത്യൻ അസോസിയേഷനെയും അവിടെ നിന്ന് ഷാർജയിൽ ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ കാര്യങ്ങളിൽ ഒരു സഹായം നൽകുന്നത് ഇന്ത്യൻ അസോസിയേഷനാണ്. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രതിനിധികളുമായി ഇവർ ഇന്ന് ഉച്ചയോടുകൂടി ഇന്ത്യൻ കോൺസുലേറ്റിനെ, ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റിനെ സമീപിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൽ NK പ്രേമചന്ദ്രൻ MP-യുടെ ഇടപെടലും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം വിദേശകാര്യമന്ത്രിക്ക് ഈ കേസിൽ ഉടൻ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടും അതേപോലെ തന്നെ ഒരു മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന നടപടി വേഗമാക്കുന്നതിനും ഇടപെടണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. ഇന്ന് വളരെ നിർണായകമായ കാര്യങ്ങളാണ് നടക്കാനുള്ളത്. കാരണം അതുല്യയുടെ പോസ്റ്റ്മോർട്ടം അതേപോലെ തന്നെ ഫോറൻസിക് നടപടികളും ഇന്ന് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ റിസൾട്ട് കൂടി ഇതിൽ വളരെ നിർണായകമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും
ആയിരിക്കും ഈ കേസ് ശക്തമായി ഷാർജയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ബന്ധുക്കൾ തീരുമാനിക്കുക. ജിൻസി, യെസ്, മറ്റ് നടപടിക്രമങ്ങൾ, പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും എന്തായാലും